അവരുടെ പോക്ക് കണ്ടാ തോന്നും ഇപ്പൊ തന്നെ ചെന്നങ്ങ് ജോയിൻ ചെയ്യൂന്ന്. അത് നടക്കില്ലെന്നറിയുമ്പോ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും. എല്ലാ ദേഷ്യവും എന്നോടായിരിക്കും മനോഹരേട്ടൻ തീർക്കാൻ പോകുന്നത്. അരിശം വന്ന കണ്ണും കാതും കാണാത്ത ആളാ മനോഹരേട്ടൻ. എന്നെ കൊന്നുകളയോ അമ്മേ? അങ്ങനെ കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ പാർവതി. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതല്ലേ. ആരും ഒന്നും ചെയ്യില്ല അമ്മ, ധൈര്യത്തോടെ നിന്നാ മാത്രം മതി. അമ്മ പറഞ്ഞതിൽ ന്യായം ഉണ്ടോന്ന് പരിശോധിക്കേണ്ടത് സർക്കാരല്ലേ? അവര് പരിശോധിക്കട്ടെ, എന്നിട്ട് പറയട്ടെ. നമ്മുടെ പോയിന്റ് അതാ. സർക്കാർ ഒരു തീരുമാനം എടുക്കട്ടെ. ആ തീരുമാനത്തിൽ ഇടപെടാൻ ആർക്കും പറ്റില്ലല്ലോ. അതെ, ശരത് മോന്റെ ഒറ്റ ബലത്തില ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നേ. അവസാനം പ്രശ്നം വഷളായി കഴിയുമ്പോ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോവരുത്. ആന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞു? ഞാനെന്താ അങ്ങനെ ഒരാളാണോ? പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന ഒരാളല്ല ഞാൻ. തന്നെയോ അല്ല, ഇക്കാര്യത്തില് അമ്മയുടെ ഭാഗത്തല്ലേ 100% ന്യായം. അവർക്കല്ല, അമ്മയ്ക്ക് ആ ജോലി കിട്ടണ്ടെന്ന് ഏത് കണ്ണുപൊട്ടനും പറയും. അത് ചോദ്യം ചെയ്യല് ഒരു തെറ്റുമില്ല. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ കാണും. അതിന്റെ പേരിൽ എന്ത് നഷ്ടം വന്നാലും ഞാൻ അങ്ങ് സഹിക്കും. മോൻ എന്തെങ്കിലും കുഴപ്പം വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്റെ നിത്യമോളുടെ ഭർത്താവായി വരേണ്ടവനാ നീ. അങ്ങനെയുള്ള നിന്നെ തൊടാൻ മനോഹരേട്ടനെന്നല്ല ആരെയും ഞാൻ അനുവദിക്കില്ല. ചിലപ്പോ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്ന ആയിരിക്കില്ല നടക്കാൻ പോകുന്നത്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ നിയമപരമായി ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചെന്ന് അറിയുമ്പോഴേ അവരൊന്ന് പേടിക്കും. ചിലപ്പോഴേ കാല് പിടിക്കാൻ വരാൻ പോലും സാധ്യതയുണ്ട്. ഒരു കോംപ്രമൈസിനും നമ്മൾ തയ്യാറാകും. സുധി സാറിന്റെ ജോലി അമ്മയ്ക്ക് തന്നെ കിട്ടണം. ആ ആവശ്യത്തിന് ഒരു മാറ്റവും ഇല്ല. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാമേ. ആ